അപ്പോൾ BJP നേതാവ് നിലയിലാണ് തന്ത്രി വന്ന് കാണുന്നത്. തന്ത്രി ഇപ്പോൾ 40 ദിവസം ജയിലിൽ കടന്നു. ഇതിനകത്ത് BJPയുടെ നിലപാട് എന്താണ്? തന്ത്രി ബോധപൂർവം കുടുക്കിയതാണോ? കാരണം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അന്നു മുതൽ ഈ കേസ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ഏക പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. അന്ന് പറഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷനടക്കം ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും ഇവിടെ വന്നപ്പോൾ നമ്മൾ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒരു ദുരൂഹതയുണ്ട്. കാരണം ആ ദുരൂഹത എന്നുള്ളത് ഇന്ന് നമ്മുടെ വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വരി ഞാൻ വായിക്കാം. പറഞ്ഞിരിക്കുന്നത്, വെരി ഇമ്പോർട്ടന്റ്ലി ദർ ഇസ് നത്തിങ് ഓൺ റെക്കോർഡ് ഫോർ ദ മാറ്റർ, നോട്ട് ഈവൻ ആൻ അയാട്ട ഓഫ് എവിഡൻസ്. അപ്പോ തെളിവിന്റെ ഒരു കണിക പോലും പ്രോസിക്യൂഷന് ഈ തന്ത്രിക്കെതിരെ 13, 16 പ്രതിയാണ് 2 കേസിൽ. ആ 2 കേസിലും ഒരു തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് പ്രോസിക്യൂഷന്റെ ഭാഗമായ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. കാരണം കോടതിയുടെ ആ ഉത്തരവിൽ വളരെ വ്യക്തമായുണ്ട്, തന്ത്രി എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ പല നിർദ്ദേശങ്ങളും അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുസരിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ലാത്ത ഒരാളാണ് തന്ത്രി. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ അനുജ്ഞ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് നയപരമായോ ഭരണപരമായോ സാങ്കേതികപരമായോ തീരുമാനങ്ങളിൽ യാതൊരു റോളുമില്ലാത്ത ഒരാളാണ് തന്ത്രി. ആചാരപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് അനുജ്ഞ ചോദിച്ചാൽ അദ്ദേഹം ദേവന്റെ ഹിതം പറഞ്ഞു കൊടുക്കും എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ഒരു തന്ത്രിയെ കൊള്ളക്കേസിൽ അല്ലെങ്കിൽ കവർച്ചാ കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഇന്റൻഷനെയാണ് അത് ചോദ്യം ചെയ്തിട്ടുള്ളത്. അത് കോടതി വളരെ വ്യക്തമായി സർക്കാരിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ഭംഗ്യന്തരനാണ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ദേവസ്വം മന്ത്രിക്ക് വളരെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ മണ്ഡലത്തിലെ തന്നെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിനും വ്യക്തമായ റോളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത മന്ത്രി, ദേവസ്വം ഉദ്യോഗസ്ഥന്മാര്, CPIM-ന്റെയും CPI-യുടെയും നോമിനികളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അവരൊക്കെ സ്വതന്ത്രരായി വിലസുമ്പോൾ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തെ അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥപ്പെട്ട തന്ത്രിക്കെതിരെ കേസെടുത്തത് ദുരൂഹമാണ്. ആ ദുരൂഹത എന്നുള്ളത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി സനാതന ധർമ്മ വിശ്വാസത്തോട്, ക്ഷേത്രങ്ങളോട് പുലർത്തി വരുന്ന നിഷേധാത്മകമായ ശത്രുതാപരമായ നിലപാടിന്റെ ഭാഗം കൂടിയാണ്. കാരണം ഹൈന്ദവ സമൂഹം വലിയ തോതിൽ ആരാധിക്കുന്ന അയ്യപ്പനെ, ആ അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ അല്ലെങ്കിൽ ആ അയ്യപ്പനുമായ അഭേദ്യമായ ബന്ധമുണ്ട്. കേരളത്തിന്റെ തന്ത്രി കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് താഴ്മൺ കുടുംബം എന്നുള്ളത്. അപ്പൊ ആ കുടുംബത്തിലെ കാരണവരോട് അല്ലെങ്കിൽ ആ തന്ത്രിയോട് കേരളത്തിന്റെ ഹൈന്ദവ സമൂഹത്തിന് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതിനെ അപമാനിക്കുക എന്നുള്ളത് ഈ ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്ന ശത്രുതാ മനോഭാവത്തിന്റെ ലക്ഷണമാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാർ പറഞ്ഞല്ലോ, അന്ന് സ്ത്രീ പ്രവേശത്തെ തുടർന്ന് ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകാതിരിക്കാൻ നടയടച്ചിട്ടത് ബഹുമാനപ്പെട്ട തന്ത്രി രാജീവരായിരുന്നു, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പൊ അതിനുള്ള വൈരാഗ്യമാണ് ഇത് എന്ന് തന്നെയല്ലേ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അന്ന് തന്ത്രിയെ കാണാൻ വന്നപ്പോൾ ഞാൻ ഇതേ സംശയമാണ് ഉന്നയിച്ചത്. കാരണം നടയടച്ചിടാൻ അന്ന് തന്ത്രി പറഞ്ഞതിന്റെ വൈരാഗ്യം, അത് പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെയുണ്ട്. പിണറായി വിജയൻ പറഞ്ഞ എന്താ, താക്കോൽ കൂട്ടം കോന്തലയിൽ തിരികെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാത്തിന്റെയും പരമാധികാരിയാണെന്ന് ധരിച്ചു കളയരുത്, തന്ത്രിക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ. ആ നിർദ്ദേശം വർഷങ്ങൾക്ക് ശേഷം പ്രോസിക്യൂഷൻ നടപ്പാക്കി. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ഈ സ്വർണ്ണക്കൊള്ള വന്നപ്പോൾ അവർ അവസരം മുതലാക്കി തന്ത്രിക്കെതിരെ ശക്തമായ നടപടിയെടുത്തു എന്നാണ്. ഇതൊരു പ്രതികാര നടപടിയാണ്, സർക്കാരിന്റെ ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്.